ഈ ആസ്ഥാന മടിയന്മാരെന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ലേ? ആണ്. എല്ലാവരും ചോദിക്കും മടിയൻ, എല്ലാ പേര് പിന്നെ പറയുമ്പോൾ തന്നെ മടിയൻ എന്ന് പറയും നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ. അപ്പോൾ പിന്നെ മടിയൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ പേര് ഞാൻ വിട്ടിട്ടില്ല. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ASI. അതായത് ഇതിൽ SI ആയിട്ട് കൈലാഷ് സാറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ടീമുണ്ട്. ആ ടീമിനെ നിയന്ത്രിക്കുന്ന ASI ആണ്. ഇത്രയും പറഞ്ഞാൽ എന്നെ പൊതുവെ പല ആളും പോലീസുകാരനായിട്ടാണ് പറയാറ്. ഞാൻ പോലീസൊന്നുമല്ല. അതെ, എന്നോട് പല ആളും ചോദിച്ചിട്ടുണ്ട് പോലീസിലാണോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അറിയാത്ത ആൾ കാണുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പോലീസാന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരിട്ടി ടൗണിൽ വെച്ചിട്ട് ബസ്സുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ കൈലാഷ് സാറൊക്കെ പോലീസല്ല, നടനാണെന്ന് എല്ലാവർക്കും അറിയാം. ശരിക്കും അറിയാലോ അയാൾ എന്ത് പോലീസ് വേഷം ഇട്ടാലും വേണ്ടിയിട്ട്. പക്ഷെ നമ്മളായിരിക്കും അങ്ങനെ പരിചയമില്ലല്ലോ. അപ്പം നമ്മൾ ഈ വേഷം കണ്ട് ശരിക്കും പോലീസാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹലോ എവരിവൺ, ഈ മാസം റിലീസിന് ഒരുങ്ങുന്ന ഇഷ്ടരാഗ് എന്ന സിനിമയിലെ പ്രധാന വേഷം ചെയ്ത ഒരാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്കാരം. ആദ്യം തന്നെ സാധനം ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് രഘുനാഥൻ മടിയൻ. രഘുനാഥൻ മടിയൻ. അതെന്താ മടിയില്ല? യാതൊരു മടിയില്ല, പേര് മാത്രം മടിയെന്നുള്ളൂ. കുടുംബപ്പേര് എന്നാലും ഒരു ഭയങ്കര വെറൈറ്റി പേരാട്ടോ. ഈ ആസ്ഥാന മടിയന്മാരെന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ലേ? ആണ്. എല്ലാവരും ചോദിക്കും മടിയൻ, എല്ലാ പേര് പിന്നെ പറയുമ്പോൾ തന്നെ മടിയൻ എന്ന് പറയും നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ. അപ്പോൾ പിന്നെ മടിയൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിന്റെ പേര് ഞാൻ വിട്ടിട്ടില്ല. അത് ഒരു വെറൈറ്റി കുടുംബം, അല്ലെങ്കിൽ ചിലവർക്കൊക്കെ ഭയങ്കര വെറൈറ്റി കുടുംബ പേര്. ഭയങ്കര ഈ കുടുംബ പേര് ഇപ്പൊ പേരിനൊപ്പം ഇട്ട ശേഷം ഭയങ്കര ലക്കി ഫാക്ടർ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ല, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ മടിയൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫേമസ് മടിയൻ കൂലമെന്ന് കേട്ടിരുന്നു. കാഞ്ഞങ്ങാടിലെ വലിയൊരു ക്ഷേത്രമാണ്, ഫേമസ് ആണ്. ആ പരിസരത്താണ് നമ്മുടെ തറവാടൊക്കെ. അങ്ങനെ ചെറുവത്തൂരാണ് ഇപ്പൊ താമസം, ഉണ്ണിരാജന്റെ ഒക്കെ വീട്ടിന്റെ നാട്ടിലാണ്. ഓക്കേ, അപ്പോൾ ഈ സിനിമയിലത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? സിനിമയിൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ASI. അതായത് ഇതിൽ SI ആയിട്ട് കൈലാഷ് സാറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ടീമുണ്ട്. ആ ടീമിനെ നിയന്ത്രിക്കുന്ന ASI ആണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലേക്ക് എത്തുന്നത് പറഞ്ഞാൽ ജയൻ പൊതുവാളായിട്ട് മുമ്പേ പരിചയമുണ്ട്. പിന്നെ ഞാൻ 2016 കാട് പൂക്കുന്ന നേരം പറഞ്ഞ സിനിമ റിലീസായിരുന്നു. ഡോക്ടർ ബിജു സാറിൻ്റെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ അതിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 5-8 സിനിമകളിൽ ചെയ്തു. ഇപ്പോൾ സാറിൻ്റെ ലാസ്റ്റ് പിന്നെ അദൃശ്യജാലകങ്ങൾ അതിലൊക്കെ ഉണ്ട്. തമിഴ് സിനിമ ചെയ്തു. അപ്പോൾ സിനിമ തന്നെയായിരുന്നു ആദ്യം മുതലേ ഒരു ആഗ്രഹം? ആഗ്രഹം പറഞ്ഞാൽ നാടകത്തിലായിരുന്നു, ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിജു ഡോക്ടറെ ഏറ്റവും പരിചയപ്പെട്ടത്. അപ്പം സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവാർഡ് കിട്ടിയ ആളല്ലേ. അപ്പോൾ സാറിൻ്റെ പേരും ചേർന്ന് സാറ് എന്നെ വിളിച്ചു. പോയി 10-15 ദിവസം പിന്നെ പത്തനംതിട്ട വെച്ച് കാട്ടിലായിരുന്നു. ശരി, കാട് പൂക്കുന്ന നേരം ആ കാട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് സിനിമയോട് നമുക്കൊരു ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക, അതില്ലേ, അതാണ്. അങ്ങനെയാണ് നമ്മൾ സിനിമ എന്നുള്ള മോഹം കണ്ടുവരുന്നതല്ലേ. അപ്പൊ ഇതില് ഇപ്പൊ പോലീസായിട്ടാണല്ലോ ഇതില്. അപ്പൊ ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് ഈ ഒരു വേഷം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. കാട് പൂക്കുന്ന നേരത്തില് അതില് പിന്നെ ഇന്ദ്രജിത്തിന്റെ കൂടെ ഒരു 10 പോലീസുകാരാണ്, അതിലൊരാളാണ് ഞാൻ. പിന്നെ ഒരു പിന്നെ കയ്യൂരിൻ്റെ സമരം ചരിത്രം പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു, അരയാക്കടവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സിനിമയിലും പഴയ പോലീസുകാരനായിരുന്നു. പഴയ നമ്മളെ മരിച്ചുപോയ കലാശാല സാറില്ലേ, കലാശാല ബാബു, അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഒരു പിന്നെ കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ കുറേ സ്കൂൾ അധ്യാപകനായിട്ട് ആയിരുന്നു കുറച്ചെണ്ണത്തിൽ. പിന്നെ തമിഴിൽ ഒരു നല്ല മുഴുക്കുടിയനായിരുന്നു, ചാർമിള മേഡത്തിന്റെ ഹസ്ബൻഡായിട്ട്. സിനിമ റിലീസായില്ല, നല്ലൊരു ക്യാരക്ടർ. അപ്പൊ ഇതിന്റെ പോലീസിന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഇത് ശരിക്കും നമ്മള് പിന്നെ എന്താ പറയേണ്ടത്, പോലീസുകാർ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും നമ്മൾ
അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം സത്യത്തിൽ. അപ്പൊ ഭയങ്കരമായിട്ട് പോലീസ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് പെരുമാറ്റം സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഭയങ്കര ആയിട്ട് ഇത് എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ഉണ്ടാവാറുണ്ടോ? പ്രിപ്പറേഷൻ പറഞ്ഞാൽ എന്നെ പൊതുവെ പല ആളും പോലീസുകാരനായിട്ടാണ് പറയാറ്. ഞാൻ പോലീസൊന്നുമല്ല. അതെ, എന്നോട് പല ആളും ചോദിച്ചിട്ടുണ്ട് പോലീസിലാണോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അറിയാത്ത ആള് കാണുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പോലീസാന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരിട്ടി ടൗണിൽ വെച്ചിട്ട് ബസ്സുകാരൊക്കെ ശരിക്കും പറഞ്ഞാല് കൈലാഷ് സാറൊക്കെ പോലീസല്ല, നടനാണെന്ന് എല്ലാവർക്കും അറിയാം. ശരിക്കും അറിയാലോ അയാൾ എന്ത് പോലീസ് സ്റ്റേഷൻ ഇട്ടാലും വേണ്ടിയിട്ട്. പക്ഷെ നമ്മളായിരിക്കും അങ്ങനെ പരിചയമില്ലല്ലോ. അപ്പം നമ്മൾ ഈ വേഷം കണ്ട് ശരിക്കും പോലീസാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രസകരമായിട്ടില്ല. പേടിച്ചുള്ളൊരു കല്ലായിട്ട് കൊണ്ടുപോകുന്ന ഒരു വണ്ടി. അപ്പോൾ ഈ ഡ്രൈവർ പിന്നെ കണ്ട് വണ്ടി അടിച്ചു വിട്ടു. നമ്മൾ ചെക്കിങ്ങിനാ പോകുന്നു പറഞ്ഞിട്ട് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു നിങ്ങളെ കണ്ടിട്ടാ വണ്ടി നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളാകെ പേടിച്ചിട്ടായില്ലേ. ഞാൻ പറഞ്ഞു പോയിക്കോ, നിങ്ങൾ പോയില്ല, പോലീസല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും കണ്ട ഒരു പോലീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും അങ്ങനെ അതും ആ വേഷമൊക്കെ ഇട്ടിരിക്കുമ്പോ എല്ലാരും വിചാരിക്കില്ലേ? ഓക്കെ. അപ്പൊ ഈ സിനിമയിലാണെങ്കിൽ ഇപ്പൊ കൈലാഷ് എന്ന് പറയുന്ന ആക്ടറിന്റെ ഒപ്പാണല്ലോ ഇതൊക്കെ. അപ്പൊ ആളുടെ ഒപ്പമുള്ള കോമ്പിനേഷൻ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എല്ലാം നമ്മള് ശരിക്കും ഒരു ദിവസത്തെ ഒരു സംഭവമാണത്. ഈ ശരിക്കും പിരിമുറുക്കം പോലീസുകാർക്ക് ഉണ്ടാകുന്നത്. നമ്മളിപ്പം ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചാലും പിന്നെ ഒരാളെ കുത്തിക്കൊന്നാലും എല്ലാം പണി കംപ്ലീറ്റ് ലാസ്റ്റ് വരുന്നതായിരിക്കും പോലീസുകാർക്ക് ശരിക്കും, അല്ലേ? ഇതിലും അതുപോലെ തന്നെ. ഇത് കുരുക്ക് എന്നല്ല, കുരുക്കിന്റെ കൂടെ കുരുക്ക്. അതായത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ കുട്ടികൾ കള്ളം പറയും, ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട്. ആ കള്ളം മറക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും അവർക്ക്. അതുകൊണ്ട് അതിൻ്റെ പേരിലുണ്ടാകുന്ന കുരുക്കുകൾ ഈ പോലീസുകാർക്കും കൂടെ കള്ളം പറയുമ്പോൾ ഉണ്ടാവും പോലീസുകാർക്കല്ല ബുദ്ധിമുട്ട്. ആ സംഭവങ്ങൾ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മൂവിയിൽ കാണിക്കുന്നത്. കാരണം അതുപോലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇരട്ടിയിൽ തന്നെ, അതിൽ കാഞ്ഞിരക്കുല്ലി എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ്. ഉണ്ടായിരുന്നു. എല്ലാം മിക്കവാറും പുതുമുഖങ്ങളും ഞാനും പുതുമുഖം തന്നെ വേണം പറയാം. 5-8 സിനിമയിൽ വലിയ റോളൊന്നല്ലോ, എന്നാലും ആ റോളൊക്കെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ വലിയ റോളാണ്, കുറച്ച് പ്രാധാന്യമുള്ള ഒരു റോളായിട്ട്. അപ്പൊ നമ്മുടെ സിനിമയാണെങ്കിലും റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞാൽ ഈ സിനിമ അച്ഛൻ, അമ്മ, മക്കൾ ഇവർ നിർബന്ധമായി ഒന്നിച്ചിരുന്ന് കാണണം. കാരണം അത്ര ആ രീതിയിലുള്ള മെസ്സേജ് ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു കുടുംബത്തിൽ ഇപ്പം സോഷ്യൽ മീഡിയൻ്റെ ഉപയോഗം നമ്മൾക്കറിയാം, നല്ലതും മോശമുണ്ട്. ഇത് എത്ര പൈസ ഇല്ലവരുടെ വീട്ടിലായാലും പൈസ ഇല്ലാത്ത കുട്ടികളായാലും ശരി, ഇവരെങ്ങനെയെങ്കിലും മൊബൈൽ സംഘടിപ്പിക്കും. ഇത് ചെയ്യുന്നത് എന്താ പറയേണ്ടത്, ശരിക്കും ഉപയോഗത്തിനേക്കാളും ദുരുപയോഗമാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. ആ ദുരുപയോഗം കാരണം ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളിത് പറയുന്നത്. അത് ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് കാണേണ്ട സിനിമ. ഈ കാലഘട്ടത്തിൽ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമ. ഈ കാലഘട്ടത്തിൽ മുമ്പേ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരം വിഷയങ്ങളും കൂടെ അതിൽ വരുന്നുണ്ട്. അത് നമ്മൾ പറയാൻ പാടില്ല, സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിൽ. അതുകൊണ്ട് കുടുംബം മൊത്തമായിട്ട് ഇരുന്നിട്ട് കാണും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിഡിൽ ഏജിലുള്ളവർ നിർബന്ധമായിട്ടും കാണേണ്ട സിനിമയാണ്. നമ്മളൊരു വെറും ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമയല്ല, എല്ലാം ഉണ്ട് അതിൽ. നല്ല പാട്ടുകളുണ്ട്, അടിപൊളി പാട്ടുകൾ, നല്ല അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് കണ്ട 1-2 ആൾ പറഞ്ഞത് അവർക്ക് ശരിക്കും കരച്ചിൽ വന്നു ചില രംഗങ്ങൾ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിനിമ ചെറുതായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു 1-2 പേർക്ക്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് ഒന്നിച്ചിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. അതന്നെ പറയുന്നത്. സാറ് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിനാണെങ്കിൽ ഇനി നല്ല അടിപൊളി റോളുകളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.